ഈ വേടനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വേടൻ പാട്ടുകാരൻ വേടനെ കുറിച്ച്. വേടൻ കുറച്ച് ഹൈപ്പായിട്ട് തോന്നുന്നു. വേടൻ ഇപ്പോൾ ചൈത്താൻ്റെ ഭയങ്കര സപ്പോർട്ടാണ് വേടനെ. പൊളിറ്റിക്കലായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈ പറയുന്ന അത്ര ഒന്നും ഇല്ല. പിന്നെ അയാൾക്ക് എന്തൊക്കെ സെക്സ്വൽ ഡിസോർഡർ അങ്ങനെ എന്തൊക്കെ പ്രശ്നമുണ്ട്. അതൊക്കെയാണ് കുറെ കേസിൽ വരുന്നത്. ഒരു പഴയ മൈക്കിൾ ജാക്സന്റെ ആ രീതിയിലാണ് കണ്ടു ചെയ്യാൻ തോന്നുന്നത്. പക്ഷെ അയാൾ പൊളിറ്റിക്കൽ ഇതുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടുണ്ട്. അല്ല അതുകൊണ്ട് വേടനെ ഇത്രയും ഒരു ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അത്രയ്ക്കൊന്നും ഇല്ല. കേസുകൾ വന്നാൽ പോലും ഗ്ലോറിഫൈ ചെയ്യാണ്. അപ്പൊ അതിനെ പറ്റി എന്താണ് തോന്നുന്നത്? അത് പ്യുവർലി പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള ഇതാണ്. ഈ രാഷ്ട്രീയത്തിലാണെങ്കിൽ പുള്ളി ഇത്രയും ഗ്ലോറിഫൈ ഇല്ലായി. രാഷ്ട്രീയപരമായ സപ്പോർട്ടിനായതുകൊണ്ടാണ്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി റൂൾ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നല്ല അഹങ്കാരമുണ്ട്. ഇപ്പം ഞാൻ തന്നെ പഴയ കമ്മ്യൂണിസ്റ്റ് നല്ലതാണ്, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ശരിയല്ല പറഞ്ഞപ്പോൾ ഇന്നോവ കാറിലൊന്ന് അടിക്കുമെന്ന് പറഞ്ഞാൽ ബീച്ചിലുണ്ടായി, ബീച്ചിൽപ്പെടുത്തുണ്ടായി. അത് ഇവർക്ക് ഗുണ്ടായിസമുണ്ട്. നമുക്ക് ഇപ്പം ഞാൻ അത് ചെയ്താന്ന് ചോദിച്ചു. ചെയ്താൻ എപ്പോഴും മോഹൻലാൽ കിട്ടും. എന്തുകൊണ്ട് പിണറായി വിജയൻ വെച്ച് പറയുന്നില്ല? പിണറായി വിജയൻ പറയുന്നത് പേടിക്കാം. പുള്ളി പണ്ട് എന്നോ പറഞ്ഞു സിദ്ദിഖിനെ വെച്ചൊന്നും പറയാൻ പാടില്ല പറഞ്ഞു. പുള്ളി പേടിയായി. മോഹൻലാൽ ഒന്നും ചെയ്യാത്തതുകൊണ്ട് പുള്ളി അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. പിണറായി വിജയൻ എന്താ പറയാത്ത? പിണറായി വിജയൻ അഴിമതിയും ഗുണ്ടായിസ് രണ്ടുമുള്ള ആളാണ്. അതിനെക്കുറിച്ച് ആരും പറയില്ല. ഗണേഷ് കുമാർ പറയില്ല. ഇവർക്ക് ഗുണ്ടാ സംഘമുണ്ട്, അതുകൊണ്ട് പേടിയാണ്. അല്ല അപ്പൊ ശരിക്കും ഈ വേടൻ ഒരു താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണ് ഇത്ര സപ്പോർട്ട് കിട്ടണമെന്ന് തോന്നുന്നുണ്ടോ? അതായത് കമ്മ്യൂണിസ്റ്റ് ഇതാണ്, കമ്മ്യൂണിസ്റ്റ് അനുഭവം കൊണ്ടാണ്. അല്ല കമ്മ്യൂണിസ്റ്റുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന SC/ST വിഭാഗത്തിലുള്ള ആളുകളുടെ അവരെ പ്രൊമോട്ട് ചെയ്യണമല്ലോ. അവരെ പ്രൊമോട്ട് ചെയ്യണം. കാരണം അവരെ ഒരു കാലത്ത് ആൾക്കാർ സപ്രസ് ചെയ്ത് വെച്ചതാണ്. ഈ ബ്രാഹ്മിൻസ് എങ്ങനെ പൊങ്ങി വന്ന് അവരുടെ സംസ്കൃത കാര്യം എല്ലാം സംസ്കൃതത്തിൽ എഴുതി വെച്ച് ആർക്കും പറഞ്ഞു കൊടുക്കാതെ അവരെ തന്നെ ആൾക്കാരെ കല്യാണം കഴിച്ചാണ് അവർ സുപ്പീരിയർ ആയത്. ഈ ഷെഡ്യൂൾ കാസ്റ്റ് ആൾക്കാരെ ശരിക്കും സപ്രസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റിസർവേഷൻ കൊണ്ടുവരണം. ഈ റിസർവേഷൻ ആവശ്യമുണ്ട്. ഇപ്പോൾ ആൾക്കാർ റിസർവേഷൻ പറഞ്ഞ് കളിയാക്കുകയാണ്. കളിയാക്കേണ്ട. എന്തുകൊണ്ട് റിസർവേഷൻ കൊണ്ടുവരാൻ കാരണം അവർ അത്രയ്ക്ക് സപ്രസ് ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത്. ഒരിക്കലും ഒരു ബ്രാഹ്മിൻ ശൂദ്ര കല്യാണം കഴിക്കില്ല. അങ്ങനെ സംഭവമുണ്ട്. ബ്രാഹ്മിൻസാണ് ഇന്ത്യയെ നശിപ്പിച്ചത്. ഇവിടെ പല പണിയും ചെയ്യാൻ പാടില്ല, കൈകൊണ്ട് പണി ചെയ്യാൻ പാടില്ല. ബുദ്ധിസ്റ്റ് നന്നായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവർക്ക് റിസർവേഷൻ അല്ല, എന്നിട്ട് ഇവർക്ക് റിസർവേഷൻ കൊടുക്കുമ്പോൾ ഇവരെ കളിയാക്കുക. റിസർവേഷൻ കൊടുക്കാൻ കാരണമുണ്ട്. റിസർവേഷൻ അംബേദ്കർ ഇത്ര വർഷത്തേക്കല്ല എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, 50 വർഷത്തേക്ക് എന്തോ. അത് ഇവർ പൊങ്ങി വരാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രയും വർഷം കൊണ്ട് ഇവർ പൊങ്ങി വളർന്നിട്ടില്ല. ഇപ്പം ഇവിടെ എന്താ കുഴപ്പം? തമിഴ്നാട്ടിൽ എന്താ പറ്റിയ? തമിഴ്നാട്ടിലെ പട്ടന്മാർ ബ്രാഹ്മിൻസ് ഓടിച്ചിട്ടു. പക്ഷേ ഇവർ പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. ആ സമയത്ത് ഇവർ വേണം, അവർ വേണം. ഇവർ പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. ആ ടൈം അത് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മറ്റേ ആൾക്കാർ വേണം. ഇതിപ്പോൾ അവർ കംപ്ലീറ്റ് എലിമിനേറ്റിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ബ്രാഹ്മിൻസ് എല്ലാം പട്ടന്മാരെല്ലാം പുറത്ത് പോവുകയാണ്. അവർക്ക് അവർ നിൽക്കാനേ പറ്റുന്നില്ല. പക്ഷെ അവർ തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പൊങ്ങി വരാൻ ടൈം എടുക്കും. അത്രയും ടൈം അവിടെ ക്വാളിറ്റി നിൽക്കണമെങ്കിൽ ഇവർ വേണം. അത് ഇവർ ചെയ്യുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം വേണം പറയുന്നുണ്ടായിരുന്നു മലയാള സിനിമ മൊത്തം ഭരിക്കുന്നത്, അതായത് ഒരു സിനിമ നായർ ലോബി ഇല്ലാത്ത പടം ഇല്ല. ട്രിവാൻഡ്രം ലോബി പ്യൂർലി നായർ ലോബി തന്നെയാണ്. ട്രിവാൻഡ്രം ലോബിയാണ് ഭരിക്കുന്നത്. ഈവൻ ദിലീപിന്റെ കേസായാലും പല കേസിൽ പിന്നിൽ അവർ കളിക്കുന്നുണ്ട്. അതായത് അവർക്ക് പക്ഷെ അവരുടെ ഗുണമാണ് അവർക്ക് സാഹിത്യപരമായിട്ട് ക്രിയേറ്റീവായിട്ട് പടം ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാണ് മലയാള സിനിമ ഭരിക്കുന്നത്. വേറെ ആരും പൊങ്ങി വരുന്ന അവർക്ക് ഇഷ്ടമല്ല. ഇവൻ എൻ്റെ ചെയ്താൻ്റെ കേസ് കളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ ദിലീപിന്റെ കേസിലല്ല ട്രിവാൻഡ്രം ലോബിക്ക് പങ്കിട്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. ജാതി സ്പിരിറ്റ് ഉണ്ട്. അത് പണ്ട് ജയിലിൽ പറഞ്ഞില്ലേ, താന് ജാതി വലിയ ജാതി ഇതുണ്ട്. ഇതിന്റെ ഡിവിഷണൽ ലേബർ പറഞ്ഞാൽ തുടങ്ങിയ തുടങ്ങിയ ഡിവിഷണൽ ലേബർ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് കാസ്റ്റായി മാറി. ഇപ്പോൾ വിവേകാനന്ദ പറഞ്ഞിട്ടില്ലേ കേരളം വളരെ മോശമാണ്. ഇവിടെ നന്നായിട്ടുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ ആ വ്യത്യാസമുണ്ട്, നന്നായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ജനറേഷൻ വെച്ച് മാറി വരുന്നുണ്ട്. അവർക്ക് ജാതിയിലൊക്കെ കുറവാണ്. പഴയ ജനറേഷൻ ഇപ്പോഴും ഉണ്ട്. പഴയ ജനറേഷൻ ചില വേർഡ്സെല്ലാം ഉപയോഗിക്കും. അത് അയാൾക്ക് ഉണ്ട്. അത് മാറ്റം വരാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്? മാറ്റം വന്നാൽ എല്ലാവരും നല്ല മനുഷ്യരാവുക, എല്ലാവരും മനുഷ്യരാണ് കണക്കാക്കുക. ഈ ജാതി ഇതെല്ലാം മാറ്റിയിട്ട് നല്ല മനുഷ്യരാകുകയാണെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസത്തിൽ ചേഞ്ച് പറ്റിയാലും കുറച്ച് ചേഞ്ച് വരും. കുറച്ച് മാനസിക വളർച്ച വരണം. ഇനിയിപ്പോൾ പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ ജനറേഷൻ പോയാലേ ഇല്ലല്ലോ. പുതിയ ജനറേഷൻ വരുമ്പോൾ പുതിയ 2K പിള്ളേർക്കൊന്നും അത് അങ്ങനെയില്ല. പഴയ ജനറേഷൻ അവരുടെ കാലം കഴിയുന്നതോടും ഇത് മാറും. അവരുടെ മനസ്സിൽ മാറാൻ ബുദ്ധിമുട്ടാണ്. അവർ ചെറുപ്പം മുതലേ അങ്ങനെ കേട്ട് അവരുടെ മനസ്സിലാണ്. ഇനി കുറച്ച് വർഷം കഴിയുമ്പോൾ പഴയ ജനറേഷൻ പോയി പുതിയ ജനറേഷൻ വരുമ്പോൾ നാച്ചുറലായിട്ട് മാറും.